എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെപ്പോലെ ഒരാളെ ക്ഷണിക്കാൻ കാണിച്ച വിശാല മനസ്കതയ്ക്ക് മുസ്തഫ മൗലവിക്കും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കും എൻ്റെ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള പാലങ്ങളെ തകർത്ത് മതിലുകൾ പണിയുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് ഇന്ന് ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിലവിലുള്ള മതിലുകളെ തകർത്തുകൊണ്ട് പാലങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ പാലം പണിയിൽ പലർക്കും പല റോളാണുള്ളത്. അതിൽ ഞാനൊക്കെ നിർവഹിക്കുന്ന റോളെന്ന് പറഞ്ഞാൽ ഈ മതിലുകൾ എന്തുകൊണ്ട് പൊളിക്കണം എന്ന് ആവശ്യകത ആദ്യം ബോധ്യപ്പെടുത്തിയാലാണല്ലോ മതിൽ പൊളിക്കലും പാലം പണിയലും നടക്കുള്ളൂ. അപ്പം ഈ മതിലുകൾ എന്തിനാണ് പൊളിക്കുന്നത്, എന്തിനാണ് നമ്മൾ പാലം പണിയേണ്ടി വരുന്നത്, ഈ ബോധ്യമില്ലാത്ത ഒരു ജനതയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. ആ ബോധ്യം അവരിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കുറേ പരിപാടികളും മരുന്നുകളും ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാനൊക്കെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിലെനിക്ക് വഴികാട്ടികളായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു പേരാണ് ചേകനൂർ മൗലവി. ചേകനൂർ മൗലവി വളരെ പരുക്കൻ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ആദ്യം പരിചയപ്പെട്ട ദിവസം തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അല്ല മൗലവി, നിങ്ങളെന്താണ് ഇത്രയും പരുക്കനായിട്ടുള്ളൊരു ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? കുറച്ചും കൂടെ മൃദുവായ ഒരു സൗമ്യമായ ഒരു ഭാഷയിൽ സംസാരിച്ചാലല്ലേ നമ്മൾ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങുള്ളൂ എന്നുള്ള എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചു. അപ്പോൾ മൗലവി അതിന് പറഞ്ഞൊരു മറുപടി, അത് മോനെ എനക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഇത് വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ അലിയുന്ന ഒരു മണ്ണുകട്ടയൊന്നുമല്ല, ഇത് കരിമ്പാറയാണ്. ഈ പാറ നല്ല ഇരുമ്പിൻ്റെ ഹാമർ വെച്ച് മർമ്മം നോക്കി തല്ലണം. കുറേ തല്ലുമ്പോൾ ഒരു തെല്ല് പൊട്ടും. ആ പൊട്ടിയോടുത്ത് പിന്നെ പുതിയ മർമ്മം ഉണ്ടാവും, അവിടെ പിന്നെ തല്ലണം. അങ്ങനെ പൊട്ടിക്കാനേ ഇത് പറ്റുള്ളൂ. അത് നിങ്ങൾക്കൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല, അത് ഇത് പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നീട് ഞാനിത് പഠിച്ചപ്പോൾ എനിക്കും തോന്നി, ഇത് മൗലവി പറഞ്ഞത് ശരിയാണ്. ഇതിനങ്ങനെ ഒരു മൃദുവായ ഭാഷയിലൊന്നും കൈകാര്യം ചെയ്യേണ്ട സംഗതിയല്ല. കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഞാനീ പറഞ്ഞ മതിലുകൾ തകർക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ്, തിരിച്ചറിവുണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു പണി. ആ പ്രാഥമികമായ കർത്തവ്യം ഫലപ്രദമായി നിർവഹിക്കപ്പെടണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറേ മാർഗങ്ങളും വഴികളും ഉണ്ട്. പല വഴികളുണ്ട്. അതിലൊരു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു വഴി എന്ന് പറയുന്നത്. മുസ്തഫ മൗലവിയുടെ 4 വോളിയും അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ 401ാമത്തെ ഖുർആൻ ക്ലാസ് ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്ത് 402ാമത്തെ ഖുർആൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ ഖുർആൻ എടുത്തിട്ട് എനിക്ക് നാളെ എടുക്കാനുള്ള ആയത്ത് പരിശോധിച്ചപ്പോൾ, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്ത് പരിശോധിച്ചപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഖുർആൻ ക്ലാസ്സിന് മൗലവിയുടെ അകമ്പൊരുൾ റെഫർ ചെയ്തു. ഇതുവരെ ഞാൻ അതിന് റെഫർ ചെയ്തില്ല, കാരണം നമുക്ക് ആവശ്യമുള്ള മരുന്നൊന്നും അതിന് കിട്ടില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ റെഫർ ചെയ്യാറുണ്ടായിരുന്നില്ല, ഇടയ്ക്കൊക്കെ വായിച്ചു നോക്കാറുണ്ട്. ചില സംശയങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ മൗലവി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നോക്കാറുണ്ട്. അപ്പം ഇന്നലെ ഞാൻ എടുത്ത ക്ലാസ് മൗലവിയുടെയൊക്കെ പ്രധാന വിഷയം തന്നെയാണ്. മായിദയിലെ 5ാമത്തെ ആയത്താണ് ഇന്നലെ ഞാൻ എൻ്റെ 401ാമത്തെ ക്ലാസ് ആയിട്ട് എടുത്തത്. അമാനി മൗലവിയുടെ തഫ്സീറിൽ 6ാമത്തെ ആയത്താണ്. എൻ്റെ ഒരു നമ്പർ വ്യത്യാസമുണ്ട്. അതിലാണ് ഊത്തുൽ കിതാബ് പെട്ടവരെ കല്യാണം കഴിക്കാം, അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം എന്നുള്ള കാര്യം പറയുന്നത്. തഫ്സീറുകൾ എടുത്ത് നോക്കുമ്പോൾ
ഈ തഫ്സീർ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നതിൻ്റെ ഒരു മലയാളം എനിക്ക് മനസ്സിലായത് അള്ളാഹ്ക്ക് ഭ്രാന്താണ്, മൂപ്പര് പൊട്ടത്തരം പറഞ്ഞതാണ്, അതുകൊണ്ട് അത് നിങ്ങൾ കാര്യാക്കണ്ട. ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളും വീട്ടിൽ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കാനും കല്യാണം കഴിക്കാനും നമുക്ക് പറ്റൂല, അത് ഹറാമാണ്, അള്ളാഹ് എന്തോ പൊട്ടത്തരം പറഞ്ഞതാണ് എന്നാണ് തഫ്സീറുകളിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഭാഷയിൽ അതിനെ ഒന്ന് മാറ്റി പറഞ്ഞു എന്നുള്ളൂ. ഇത് നിങ്ങൾ വായിച്ചു നോക്ക്. അള്ളാഹിനെ പഠിപ്പിക്കുകയാണ് ഇവര്. ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് എങ്ങനെ പറയാൻ പറ്റുക? അവര് മുശ്രിക്കാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? മുശ്രിക്കുകൾ അർത്ഥം തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ എല്ലാ മുഫസ്സിറുകളും. അപ്പോഴാണ് ഞാൻ മുസ്തഫ മൗലവി എങ്ങനെയാണിത് കൈകാര്യം ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 4-ാം പുള്ളി എടുത്തിട്ട് ഒന്ന് നോക്കിയത്. അത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ആ ക്ലാസ് കൈകാര്യം ചെയ്തത്. ആ 6-ാമത്തെ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് ഞാൻ മൗലവിയുടെ അകമ്പൊരുളെടുത്ത് ഒന്ന് നോക്കിയത്. അതിൽ മൗലവി അതിൻ്റെ ഒരു വിശദീകരണം നൽകിയതിന് ശേഷം അവസാനം അതിന് കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു വാചകം, ദൈവം ലളിതമാക്കി പുരോഹിതന്മാർ കഠിനമാക്കി. ദൈവം ലളിതമായിട്ട് പറഞ്ഞതാണ്, പുരോഹിതന്മാരെ കഠിനമായിട്ട് വ്യാഖ്യാനിച്ചു. സംഭവം ഒതു ഉണ്ടാക്കുന്ന കാര്യമാണ്, ഒതു എടുക്കുന്ന കാര്യമാണ്. ഞാൻ റാസിന്റെ തഫ്സീർ നോക്കുമ്പോൾ 33 പേജാണ് ഒതു ഉണ്ടാക്കുന്ന ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾക്ക് ഇടയിലുള്ള നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കും ഇമാമുമാർക്കും ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ വിശദീകരിക്കാൻ വേണ്ടി എഴുതി തള്ളിയിട്ടുള്ളത് 33 പേജാണ് റാസിയുടെ തഫ്സീർ. അതിൽ പറഞ്ഞ ഓരോ വാക്കിനും ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് തർക്കിക്കുകയാണ്. ഒതുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ പിന്നെ ഒതു മുറിയണ കാര്യത്തിലേക്കൊക്കെ അടക്കുന്നത്, ആ പെണ്ണിനെ തൊട്ടാൽ മുറിയോ, അത് എങ്ങനെ തൊട്ടാലാണ് മുറിയ, എവിടെ തൊട്ടാലാണ് മുറിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തർക്കിക്കണം. ഖുർആനിൽ അള്ളാഹ് ലളിതമായിട്ട് പറഞ്ഞു തന്ന കാര്യം പണ്ഡിതന്മാർ കെട്ട് വ്യാഖ്യാനിച്ചിട്ട് 100 നൂറ്റാണ്ട് ഇരുന്ന് പഠിച്ചാലും തീരാത്ത അത്ര വലിയ വ്യാഖ്യാന വൈവിധ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് മൗലവി അവസാനം പറഞ്ഞത്, ദൈവം ലളിതമായിട്ട് ഇറക്കി, പുരോഹിതന്മാരത് കഠിനമാക്കി എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു കൗമിൻ്റെ മുമ്പിലേക്ക് നമ്മളൊരു മതേതര ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിന് പാകപ്പെടുത്തുന്ന ഒരു സമൂഹമാക്കി ഇവരെ മാറ്റാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും അന്തരീക്ഷം ഏറെക്കുറെ അതിനൊക്കെ പരുവപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥ. മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഈ പ്രവർത്തനങ്ങളിൽ മൗലവിക്കും ഈ സംരംഭത്തിൽ പങ്കുചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തും.